ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം എങ്ങനെ പ്രൂൺ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അഡീനിയം പ്രൂൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴയുള്ള സമയങ്ങളിൽ പ്രൂൺ ചെയ്യാൻ പാടില്ല. നവംബർ മാസങ്ങളിൽ മഴയില്ലെങ്കിൽ പ്രൂൺ ചെയ്യാം. നവംബർ മാസങ്ങളിൽ പ്രൂൺ ചെയ്താൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിറച്ച് പൂക്കളുണ്ടാകും. മഴയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്താൽ അതിൽ വെള്ളമിറങ്ങി ചെടി ചീത്തയായി പോകും. അതുകൊണ്ട് നല്ല വെയിലുള്ള സമയങ്ങളിൽ പ്രൂൺ ചെയ്യുന്നതാണ് നല്ലത്. ഈ ചെടിയാണ് ഞാനിന്ന് പ്രൂൺ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഈ ചെടി ഞാൻ കഴിഞ്ഞ നവംബറിൽ പ്രൂൺ ചെയ്തതാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അഡീനിയം പ്രൂൺ ചെയ്യാം. ഞാനിത് ഒരു പ്രാവശ്യം മാത്രമേ പ്രൂൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ കമ്പുകൾ ഇത്ര നീണ്ടു വളർന്നു പോയത്. ഈ അഡീനിയത്തിൽ ഒരു വിത്തുണ്ട്. ഇതാണ് അതിൻ്റെ വിത്ത്. ഈ വിത്ത് നല്ല മൂപ്പായിട്ടില്ല. പച്ച കളറുണ്ട്. ഇത് മൂപ്പാകുമ്പോൾ നല്ല കളർ വരും, ഉണങ്ങും. ഇത് ഞാൻ പ്രൂൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഞാൻ ഇപ്പോൾ അടർത്തി മാറ്റുന്നത്. അല്ലെങ്കിൽ ഞാനിത് നൂല് ചുറ്റി നിർത്തും. ഇനി നമുക്ക് അഡീനിയം എങ്ങനെയാണ് പ്രൂൺ ചെയ്യണമെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. കമ്പ് മുറിക്കാൻ പുതിയ ബ്ലേഡാണ് വേണ്ടത്. പഴയ ബ്ലേഡ് എടുക്കരുത്. ബ്ലേഡ് എടുത്ത് ഇതുപോലെ മുറിച്ച് 2ആയിട്ട് എടുക്കണം. എടുത്തിട്ട് ഒരേ കമ്പും 2 ഇഞ്ച് വിട്ട് മുറിക്കണം. ഇതുപോലെ മുറിക്കണം. ഇതുപോലെ എല്ലാ കമ്പും മുറിക്കണം. നല്ല മൂർച്ചയുള്ള ബ്ലേഡായിരിക്കണം. പുതിയ ബ്ലേഡ് വേണം എന്ന് പറയാൻ കാരണം ചെടിയിൽ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ എല്ലാ കമ്പുകളും മുറിച്ച് കളയണം. എല്ലാ കമ്പുകളും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന കറ ഇതുപോലുള്ള കോട്ടൺ തുണി എടുത്ത്, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയായിരിക്കണം, എടുത്ത് ഇതുപോലെ തുടച്ച് കളയണം. അല്ലെങ്കിൽ കറ ഒലിച്ചിറങ്ങി കമ്പ് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഫംഗൽ പൗഡർ തേച്ച് കൊടുക്കണം. ഞാൻ തേച്ച് കൊടുക്കുന്നത് സാഫാണ്. സാഫ് വളങ്ങൾ വാങ്ങുന്ന കടകളിലെല്ലാം കിട്ടും. കുറച്ച് സാഫ് പൗഡർ എടുത്ത് ശകലം വെള്ളം ചേർത്ത് ഇതിൻ്റെ തണ്ടിൽ നല്ലവണ്ണം പുരട്ടി കൊടുക്കുക. ഇനി ബാക്കി അഡീനിയം കൂടി പ്രൂൺ ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് പ്രൂൺ ചെയ്ത ബാക്കി അഡീനിയങ്ങൾ. അഡീനിയം പ്രൂൺ ചെയ്താൽ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. എന്നാലേ പെട്ടെന്ന് തന്നെ തിളിർപ്പുകളെല്ലാം ഉണ്ടാവുകയുള്ളൂ. ഈ അഡീനിയം ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ ഒരു പൂവുണ്ടായിരുന്നു. അത് മുറിച്ച് കളയാൻ മടിയുള്ളത് കൊണ്ട് ഞാനത് നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പുകൾ പ്രൂൺ ചെയ്തു. ഇത് നല്ല ഒരടുക്ക് അഡീനിയമാണ്. നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ. ഇത് നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ്. പൂ പോയാൽ ഉടനെ തന്നെ ഞാൻ ആ ചെറിയ കമ്പ് മുറിച്ച് കളയും. എന്നാലേ ഇത് ഒരുമിച്ച് കിളിർത്ത് വരികയുള്ളൂ. ഈ ചെടി ഞാൻ 15 ദിവസം മുമ്പ് പ്രൂൺ ചെയ്തതാണ്. ഇത് നല്ലവണ്ണം കിളിർത്ത് വന്നിട്ടുണ്ട്. ഒരു കമ്പിൽ തന്നെ 4 കിളിർപ്പൊക്കെ ഉണ്ട്. ഇത് ഷെയ്ഡിലാണ് ഇരിക്കുന്നതെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. മഴ ആയതുകൊണ്ട് ഷെയ്ഡിലോട്ട് മാറ്റിയതാണ്. ഈ അഡീനിയം ഞാൻ ബഡ് ചെയ്തതാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ. നിറച്ച് പൂക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല കളറാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വെയിലായതുകൊണ്ടാണ് ഇതെല്ലാം വാടിപ്പോയത്. ഇത് കണ്ടോ, വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കാണാൻ. ഇനി എനിക്ക് കുറച്ച് അഡീനിയം കൂടി പ്രൂൺ ചെയ്യാനുണ്ട്. ഇതെല്ലാം പ്രൂൺ ചെയ്യാനുള്ള അഡീനിയമാണ്. പൂ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഒഴിവാക്കിയത്. ഇത് നേരത്തെ പ്രൂൺ ചെയ്ത് വെച്ച അഡീനിയത്തിൻ്റെ കമ്പുകളാണ്. ഈ അഡീനിയത്തിൻ്റെ കമ്പുകൾ എങ്ങനെ വേര് പിടിപ്പിക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. ടാറ്റാ.